ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ ചില ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പൈസയെക്കുറിച്ച് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിങ്ങിലൊക്കെ അകപ്പെട്ടത് കൊണ്ടോ ഒക്കെ, അതായത് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്നും ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ശരിക്കും പൈസയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഈ ഒരു സമയം ചില ആൾക്കാരുടെ മുന്നിൽ നിവർന്നു നിൽക്കണമെങ്കിൽ പൈസ വേണമെന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിലുണ്ട്. എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം, അതും എനിക്ക് എൻ്റേതായ രീതിയിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് ജയിച്ച് കാണിക്കുവാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പല കാര്യങ്ങളും ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഗ്രോ ചെയ്യാൻ ഇവിടെ പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നു എന്നാണ്. ഈ ഒരു സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് അത് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ വളരെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫുള്ളി ചേഞ്ച് ആയി എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു സമയം ആ സാഹചര്യത്തിൽ നിന്നും മാറി കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നും ആയിരിക്കില്ല അത്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു ഗൈഡൻസും ഒരു സപ്പോർട്ടും അങ്ങനെയൊക്കെ കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസും അതുപോലെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ന്യൂസുകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ന്യൂസ് അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം.
അത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തമാക്കുന്നതാവാം. അത് ചിലപ്പോൾ ഒരു വീടാകാം, വാഹനമാകാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയുന്ന സമയത്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫാമിലിയോടൊപ്പം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകളൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ടവറാണ്. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വലിയ കാര്യം അത് ഇങ്ങനെ വീഴുന്നുണ്ട്, അതായത് നിങ്ങൾ അവിടെ സാക്ഷിയാകുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ പുച്ഛത്തോടെ കാണുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒരു പതനമായിരിക്കാം. അപ്പോൾ ഇതിലൊരു നഷ്ടമാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ വളരെ കൂളായിട്ട് ഇവിടെ കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒട്ടും നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലോ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലോ ഒന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് മറ്റാർക്കോ എന്തോ സംഭവിക്കുന്നത്, നിങ്ങൾ അതിന് സാക്ഷിയാകേണ്ടി വരുന്നതാവാം. ചിലപ്പോൾ ഇത് ചില ആൾക്കാരുടെ ഈഗോ തകർന്നു പോകുന്നത് നിങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരുന്നതുമായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങളെ ബാധിക്കാത്ത ഒരു തകർച്ച, അത് നിങ്ങൾ വളരെ കൂളായിട്ട് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഒരു 9 ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ അധികം ആളുകൾക്കും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും പെട്ടെന്നൊരു ദിവസം നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവാം. അപ്പോൾ ഒരുപാട് ആളുകളും ആ ഒരു കാര്യത്തിൽ തന്നെ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളിൽ നിന്നും ഇപ്പോൾ നിങ്ങളിൽ ഇല്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് മുന്നിൽ ഈശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങളിൽ ഇല്ലാത്തൊരു കാര്യത്തെ അല്ലെങ്കിൽ അത് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാവാം. അപ്പോൾ അതിലേക്ക് മാത്രം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇതിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം, അതായത് അതിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് എസ്കേപ്പ് ആയി പോകും. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിപ്പോൾ നിങ്ങളൊരു ബിസിനസ്സൊക്കെ ആരംഭിച്ച് അതിൽ നിന്നൊരു പ്രോഫിറ്റൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണിത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തൊരു കാര്യത്തിന് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു എഫേർട്ട് എടുത്ത കാര്യം നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളും അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു എഫേർട്ടിന് അതിന് അർഹിക്കുന്ന ഒരു ഫലം നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്നുവെന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. അത് എന്ത് കാര്യത്തിനായാലും നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം. അതുപോലെ എടുത്തുചാടി ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പോകരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്
കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് ആരോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട്, കാരണം അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കാം. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം ഇത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ട്രോമയെല്ലാം മാറും. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പുതിയ വ്യക്തികൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. കാരണം ഈ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം, അതായത് പെട്ടെന്നൊരാൾ വന്ന് അപ്പോൾ തന്നെ നമുക്കൊരു മാറ്റം വരണമെന്നില്ല. നമ്മൾ കുറച്ച് ദിവസം, അതായത് ഒരു 4 ദിവസം നമ്മളൊന്ന് നോക്കുക. ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ റിസൾട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം അവർ നമ്മളുടെ കൂടെ വേണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി തീരുമാനിക്കുക. തീർച്ചയായിട്ടും ഇവിടെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പാസ്റ്റിൽ കഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിന് അതിനൊരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ്. അത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആ ഒരു ക്ഷമയ്ക്ക് ഒരു റിവാർഡൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മാത്രമല്ല 4 ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നലുണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നഷ്ടപ്പെട്ട പോണക്കത്തെ ഒരു ഫീല്. അപ്പോൾ ഒരു എനർജി ഇല്ലാത്ത പോലത്തെ ഒരു ഫീല്. അപ്പോൾ എന്തോ ഒരു നഷ്ടബോധം വന്ന് വിഷമിക്കുന്ന ആൾക്കാർ, അവർ യഥാർത്ഥത്തിൽ ഇത് മാറ്റണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്നുള്ളതാണ്. കാരണം ഈ സമയത്ത് നിങ്ങളുടെ ആ ഒരു എനർജി പോസിറ്റീവാണ്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം അതിൽ നിന്ന് മാറി നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അതായത് അടുത്ത ആരുമില്ലാത്ത ഒരു അവസ്ഥ. അതായത് ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ എൻ്റെ വിഷമങ്ങൾ ആരോട് പറയും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴോ ഒക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഓർമ്മകൾ വരുന്നുണ്ടാവാം, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ സാധിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരിക്കേണ്ട ആൾക്കാരല്ല എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നത് എന്താണോ അതിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ഹൈ പ്രിസ്റ്റസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റാരേക്കാളും നമ്മളെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ആ ഒരു ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളത് പ്രാണായാമമൊക്കെ ചെയ്ത്
മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കാം. കാരണം നിങ്ങൾക്ക് വളരെ സ്പിരിച്വൽ പവറുള്ള ആളാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹൈ പ്രീസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കഴിവുകളുള്ള സ്പിരിച്വൽ പവറുള്ള ഒരു ആളാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഇൻഡ്യൂഷനിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹവും പ്രകാശവും എല്ലാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കൊണ്ടു തരും എന്നുള്ളതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ഒരു വിശ്രമവും ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ വിശ്രമം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നിങ്ങളിലേക്കൊന്ന് കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ സോളുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരു പ്രകാശമായിട്ടാണ്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ പ്രകാശം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ടൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടുമൊക്കെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഈ സമയം ഒരു കാര്യം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളത് കുറേ മാറ്റി വെച്ചതായിരിക്കാം. ഇതിപ്പോൾ പറയണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം ഈ സമയം നിങ്ങൾ സംസാരിക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ഇമോഷൻ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആൾക്കാരോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അവരെന്നെ ഒരുപാട് സഹായിച്ചതാണ്, അല്ലെങ്കിൽ അവരെന്നെ ഒരുപാട് സ്നേഹിച്ചതാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാക്കുവാൻ ഈ വ്യക്തി കാരണമായിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് ശരിക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോടോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ഇമോഷൻ നിങ്ങൾ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. ഇനി ഇമോഷൻ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഈ ഒരു ഇമോഷൻ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ബ്ലോക്കായി പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ പറയാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മറച്ചു വെക്കേണ്ടി വരുന്നുണ്ടാവാം. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ഇവിടെ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ വിചാരിച്ച് ഒരു ആക്ഷൻ എടുക്കുന്ന എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയൊരു ആറ്റിറ്റ്യൂഡിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 4 ഓഫ് സോഡ്സും അതുപോലെ ഹൈ പ്രീസ്റ്റസും അതുപോലെ തന്നെ ഹെർമിറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഇൻസൈറ്റ് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ മെസ്സേജായിട്ട് കിട്ടും. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പല ഇൻഡ്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പല ആൾക്കാരും ഈ സമയം സ്പിരിച്വൽ ആക്ടിവിറ്റീസൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണെന്നാണ്
കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ആൾക്കാർ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. വേറെന്തെങ്കിലും കാര്യം ബാക്കിയുണ്ടെന്ന് കരുതി നിങ്ങൾ ഉറങ്ങാതിരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലും എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടിയ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലൊക്കെ പെട്ടുപോയി കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിൽ അകപ്പെട്ടിരുന്ന ആൾക്കാർ ഈ സമയം നിങ്ങൾ പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയൊരു എനർജിയാണ്. നിങ്ങളായൊരു എനർജി, നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും വില കൽപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം നിങ്ങളത് അതിനുവേണ്ടി തയ്യാറാവുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ ഇവിടെ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. പുറത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ ഒരു മെൻ്റൽ ട്രാപ്പിലൊക്കെ ഇരുന്ന ആൾക്കാർ, നിങ്ങൾ സ്വയം ഒന്ന് ചേഞ്ച് ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണിത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വയം ഇത്തരത്തിൽ ചിന്തിച്ച് ഇവിടെ മാറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിട്ടുകളയേണ്ട കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ്. നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. അപ്പോൾ കാരണം ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് വേണം, അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇതിൽ കുറേ സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ തന്നെ നമ്മൾ പിടിച്ചിരിക്കാതെ അതിൽ നിന്ന് മുന്നോട്ട് പോകാനൊന്ന് ശ്രമിക്കുക. നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കേജസ് വരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്താണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നതും എല്ലാം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കുക. ആദ്യം വേദനയൊക്കെ തോന്നുമായിരിക്കാം ഇതിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ വിട്ടുകളയുമ്പോൾ. പക്ഷേ എന്നാലും ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ചിന്തകൾ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റി വേണ്ട കാര്യങ്ങൾ എന്താണോ അതിൽ ഈ ഒരു സമയം നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യം തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഒരു ജോലി മാറണമെന്നോ ഒക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം എന്നുള്ളതാണ്. അത്തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൂടുതൽ വരുന്നൊരു സമയം കൂടിയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഐഡിയാസ് അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റാരും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കൂല എന്നൊരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രമാത്രമാണ് ഉള്ളതെന്ന് തീർച്ചയായിട്ടും നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്നവരെല്ലാം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഫെമിനിയൻ എനർജിയൊക്കെ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിലൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ഈ സമയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അബൻഡൻസിൻ്റെ എനർജി കൂടിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫലമൊക്കെ ഈ സമയം കിട്ടിത്തുടങ്ങുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ ഫിനാൻഷ്യലി വളരെ നല്ലതായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അതായത് തീരുമാനങ്ങൾക്ക് ഒരു ദൃഢതയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിരുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ
ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.